നാൽപ്പാമരാതി തൈലം തേച്ച ആരും വെളുക്കില്ല. ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് ജനറ്റിക് ആണ്. ഒരു മരുന്നിനും ഒരു മന്ത്രത്തിനും ആ കളറിനെ പെർമനന്റ്ലി മാറ്റാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ചവരെല്ലാം തന്നെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത്? അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ജനറ്റിക് ആയിട്ട് ഒരു സ്കിൻ കളർ ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരാം, ആക്നീസ് വരാം, ആക്നെ മാർക്സ് വരാം, ടാൻ വരാം. അങ്ങനെ പലതും വന്നിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഡൾ ആയി പോകും. സ്കിൻ ഡൾ ആവാൻ കാരണമായിട്ടുള്ള പിഗ്മെന്റേഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു, ആക്നെ മാർക്സിനെ നമ്മൾ ഫെയ്ഡ് ആക്കുന്നു, ടാൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിന്നിന് എന്ത് സംഭവിക്കും? ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യും. നമ്മുടെ ആ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് തിരിച്ചു കിട്ടും. ഇതുകൊണ്ടാണ് നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ചവരൊക്കെ ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്കിൻ ഫെയർ ആയതല്ല, നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയ സ്കിൻ കളർ അത് തിരിച്ചു കിട്ടിയതാണ്. ഒരുപാട് ഫേക്ക് ആഡുകൾ വരുന്നുണ്ട് ഇപ്പം, ഫെയർ ആവാൻ അത് നല്ലതാണ്, ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ ജനറ്റിക് ആണ്. ഇത് ഒരിക്കലും ഒരു മരുന്നിനും മന്ത്രത്തിനും പെർമനന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പെർമനന്റ് ആയിട്ട് പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ ടെമ്പററി പോസിബിൾ ആണ്. ഒരുപാട് സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്രീമുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഫെയർ ആയതുപോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ദോഷം എന്താന്നുള്ളത് പറയാൻ പറ്റും. സോ ഇത് എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റ് ചെയ്യും. ബൈ.